ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മളിതവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇനി തേങ്ങ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് മിക്സി ജാറ് കൂടെ ചുറ്റി ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അത് പെട്ടെന്ന് തന്നെ പെർമനൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം ഓവർനൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രാവിലെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബബിൾസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാവിലെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ കയ്യിൽ മാവാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണിത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നിറയെ ബബിൾസൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഹോൾസൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു വെള്ളപ്പം അവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ അവിടെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിന് കൂടുതലൊരു ഒട്ടലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് വീണ്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ഇതിനെയും കൂടെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തലേന്നൊക്കെ ഇതുപോലെ അരച്ച് വെക്കാൻ മറന്നു പോയവരാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാവിലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെള്ളപ്പം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അപ്പമൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദിവസം മുഴുവൻ വെച്ചാലും ഇത് ഈ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടൊക്കെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കടല വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പി കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക.